ഗാഥ, എവിടെയാടോ താൻ? എന്നെയും മോളെയും വിട്ടുപോവാൻ എങ്ങനെ തോന്നിയിടോ തനിക്ക്? കഴിയുന്നില്ല എനിക്ക്. ഓരോ നിമിഷം കഴിയും തോറും ഞാൻ ഉരുകി ഒലിച്ച് ഇല്ലാതാവുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചു മടുത്തു. മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിന്ന് ജീവിക്കുന്നത് പോലും. കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോഴും അവൻ്റെ കൈവിരൽ ആ ഫോട്ടോയിൽ തലോടിക്കൊണ്ടിരുന്നു. വിച്ചേട്ടാ. ധനുവിൻ്റെ ശബ്ദവും വാതിലിലുള്ള മുട്ടും കേട്ടുകൊണ്ട് അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങി. പ്രൈവറ്റ് റൂമിൻ്റെ വാതിൽ പൂട്ടി. ശേഷം നടന്നു ചെന്ന് മെയിൻ ഡോറ് തുറന്നു. എന്താ മോളെ? മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ അവനെ സംശയത്തിൽ നോക്കി. ഏട്ടൻ കരഞ്ഞോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചെങ്കിലും ഇല്ലെന്ന് തലയാട്ടി അവൾ അവനെ തന്നെ നോക്കി നിന്നു. മോളെവിടെ? അവൻ വിഷയം മാറ്റാനായി ചോദിച്ചു. ഉറങ്ങി. വിച്ചേട്ടാ. എന്താടാ? ഇടയ്ക്ക് അഭിയേട്ടൻ വിളിച്ചിരുന്നു. അവൾ അത് പറഞ്ഞതും എന്തെന്നില്ലാത്ത വിച്ചുവിൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. മോള് പോയിക്കോ, ഞാനിപ്പോൾ വരാം. എങ്കിലും അത് മറച്ചു വെച്ച് മറുപടി നൽകി. ശരിയേട്ടാ. അവൾ താഴേക്ക് പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ ഫോൺ താഴേന്ന് എടുക്കാൻ മറന്നിരുന്നു. എങ്കിലും എന്തിനാവും അവൻ വിളിച്ചതെന്ന ചിന്തയിൽ വിച്ചു. അഭിറാം ചന്ദ്രശേഖർ വിച്ചുവിൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഫ്രണ്ടാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ. എല്ലാ ദുഃഖത്തിലും വിച്ചുവിനൊരു തണലായി അവനുണ്ടായിരുന്നു. ആളിന്നൊരു CBI ഓഫീസറാണ്. ഒപ്പം ഗാഥയുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും. അതിൻ്റെ പേടിയാണ് വിച്ചുവിന്. അവൻ നിരപരാധിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടും അവളുടെ മരണത്തിന് ഉത്തരവാദി എന്ന പക്ഷത്തിൽ 2 കൊല്ലത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു വിച്ചു. അന്ന് അവൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തതാണ് അബി അവളുടെ കേസിൻ്റെ പുനരന്വേഷണം. ഇനിയും തൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി പോകേണ്ടി വരുമോ എന്നോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ക്ലോക്കിലെ അലാറം അടിച്ചപ്പോൾ വിച്ചു ഞെട്ടി അതിലേക്ക് നോക്കി. ശേഷം പതിയെ സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെന്നു. ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവനത് കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും സമയം 4:30 അടുത്തിരുന്നു. സൂര്യൻ്റെ ശക്തി അല്പം കുറഞ്ഞിരുന്നു വെയിലിൽ. അവൻ മുറ്റത്തുനിന്ന് വലത്തുവശത്തുള്ള വഴിയെ നടന്നു. ഒപ്പം ഫോണിൽ അബിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതിൽ ചേർത്തു. 2-3 റിങ്ങിലടിച്ചതും അവൻ ഫോൺ എടുത്തു. ഹലോ വിച്ചു. ആ ഹലോ. അവൻ്റെ ഒച്ച കേട്ടതും എന്തെന്നില്ലാതെ വിച്ചുവിൻ്റെ ശബ്ദമിടറി. എന്താടാ നിൻ്റെ ശബ്ദമൊക്കെ വല്ലാതെ? വിച്ചുവിൻ്റെ സ്വരം കേട്ടതും അബി ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, അവൻ മറുപടി നൽകി. അതല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല അബി, നീ എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, ഗൗതം തിരിച്ചെത്തിയിട്ടുണ്ട്. അബി. പേടിക്കാനൊന്നുമില്ലടാ, ഞാൻ അവനെ കണ്ടു സംസാരിച്ചോളാം, നീ പേടിക്കാതെ. അബി അവനെ സമാധാനിപ്പിച്ചെങ്കിലും അവനിൽ ഒരു ഭയം നിഴലിച്ചു. പിന്നെ ധനുവിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു. മനു വിളിച്ചു പറഞ്ഞിരുന്നു. എന്തൊക്കെയാടാ ഇത്? എനിക്കറിയില്ലടാ. ഞാൻ കാരണം എൻ്റെ പെങ്ങളുടെ ജീവിതം കൂടി. അതോർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ കഴിയാത്തേ. എന്തായാലും ഞാൻ 2 ദിവസത്തിനകം നാട്ടിലേക്ക് വരുന്നുണ്ട്. ബാക്കിയൊക്കെ നേരിൽ കണ്ടതിന് ശേഷം. അത്രയും പറഞ്ഞവർ ഫോൺ വെച്ചു. ഇതേ സമയം മറ്റൊരിടത്ത്. മോനെ. നിറകണ്ണുകളോടെ ആ അമ്മ 2 വർഷത്തിനു ശേഷം തൻ്റെ മകനെ വിളിച്ചു. അവരുടെ സ്നേഹം ചാലിച്ച ആ വിളി പുച്ഛിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അവൾ വാ പൊത്തി കരഞ്ഞുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. അവൻ മുറിക്കുള്ളിൽ കയറി ഡോറ് വലിച്ചടച്ചു. അവരുടെ ഒരു സ്നേഹം സ്വന്തം മകളെ കൊന്നവനോട് തേനൊലിക്കുന്ന സ്നേഹമായിരുന്നില്ലേ? പിന്നെ എന്തിനാണാവോ എന്നെ കാണുമ്പോൾ ഒരു പൂങ്കണ്ണീര്? അവൻ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. ഏതോ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് വാശിയോടെ തുടർച്ചെറിഞ്ഞുകൊണ്ട് അവൻ മേശയിൽ വെച്ചിരുന്ന ഫോട്ടോയിലേക്ക് മിഴികൾ പായിച്ചു. അത് ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവൻ്റെയും ചിത്രമായിരുന്നു. ഒരു നിമിഷം അതിൽ നോക്കിയതിനു ശേഷം അവൻ മിഴികൾ പൂട്ടി കണ്ണിനു മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് കിടന്നു. കുഞ്ഞേട്ടാ. ഒരു മലയുടെ അടിവാരത്തിൽ വീഴാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ കരഞ്ഞുകൊണ്ട് അവൾ അലറി വിളിക്കുന്നതും കാതിൽ മുഴങ്ങിയതും അവൻ ഞെട്ടി എണീറ്റു. കണ്ണാ. അലറിക്കൊണ്ട് അവൻ ചാടി എണീറ്റു. അവൻ നന്നെ വിയർക്കുന്നുണ്ടായിരുന്നു. എപ്പോഴോ ആ കിടന്ന കിടപ്പിൽ മയങ്ങിപ്പോയിരുന്നു. ആദ്യമുള്ളിൽ നിറഞ്ഞത് സങ്കടമായിരുന്നെങ്കിൽ പിന്നീട് അത് ദേഷ്യത്തിലേക്ക് വഴിമാറി. വിടില്ലടാ, വിടില്ല ഞാൻ. എൻ്റെ പെങ്ങളെ കൊന്ന നിന്നെ ഞാൻ വേരോടെ ഇല്ലാണ്ടാക്കും വിഷ്ണു. വരുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ, കാത്തിരുന്നു നീ. കത്തുന്ന കണ്ണുകളോടെ അവൻ അലറി. ഇവൻ ഗൗതം കൃഷ്ണഗാഥയുടെ ഒരേ ഒരു ആങ്ങള. അവരുടെ മരണത്തിനു ശേഷം 2 വർഷം എവിടേക്കോ പോയി. പിന്നീട് ഇന്നാണ് അവൻ തിരികെ എത്തുന്നത്, അതും വിഷ്ണുവിനോടുള്ള പക തീർക്കാൻ. മനുവിനോട് വഴക്കിട്ട് ശ്രീ തറവാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നേരം ഒത്തിരി വൈകിയിരുന്നു.
അവനെ കാത്തുന്ന പോലെ ഉമ്മറപ്പടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ലക്ഷ്മി. ആ മോനെ, ഞാൻ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. അവനകത്തേക്ക് കയറാൻ തുടങ്ങിയതും ലക്ഷ്മി അവനെ തടഞ്ഞു നിർത്തി പറഞ്ഞു. എന്താ? ഒരൽപ്പം ഗൗരവത്തോടെ അവൻ ചോദിച്ചു. നാളെ ഗൗരിമോള് വരുന്നുണ്ട്, നീയൊന്ന് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണം. അതെന്താ, അവൾക്ക് തനിയെ വരാനറിയില്ലേ? അതല്ല, എന്നാലൊരു കാലം അത്ര നല്ലതൊന്നും അല്ലല്ലോ. ഒരു പെൺകുട്ടിയല്ലേ, മോനൊന്ന് പോയി കൂട്ടിക്കൊണ്ട് വരണം. എനിക്ക് നാളെ ഹോസ്പിറ്റൽ പോകണം, അവൾ തനിയെ വന്നോളും. അത്ര നിർബന്ധമാണെങ്കിൽ ഞാനൊരു ടാക്സി പറഞ്ഞു വിട്ടോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി. എങ്ങനെയെങ്കിലും ഇവൻ്റെ മനസ്സിൽ ഗൗരിയോടുള്ള ഇഷ്ടം വളർത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്നെ എപ്പോഴാ ആ നാശം പിടിച്ച് ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി, അവരുടെ കുതന്ത്രങ്ങൾക്ക് അധികം ആയുസില്ലെന്നറിയാതെ. പിറ്റേന്ന് നേരം പുലർന്നതും ലക്ഷ്മി പിന്നെയും ശ്രീയെ നിർബന്ധിച്ചെങ്കിലും അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് രാവിലത്തെ ആഹാരം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയി. അതിൻ്റെ വകയായി ലക്ഷ്മിക്ക് തറവാട്ടിൽ നിന്നും ചീത്ത കേട്ടെങ്കിലും അവർ അതൊരു ചെവിയിൽ കേട്ടിട്ട് മറു ചെവിയിൽ കൂടെ ഒഴുക്കിവിട്ടു. ധനു, വിഷ്ണുവിൻ്റെ വിളി കേട്ട് കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം അവളോട് കളിച്ചുകൊണ്ടിരുന്ന ധനു പുറത്തേക്ക് വന്നു. എന്താ വിച്ചേട്ടാ? അവൾ സംശയത്തോടെ ചോദിച്ചു. മോള് വേഗം റെഡിയാവ്, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഞാൻ തല താഴ്ത്തി പറയുന്നവളെ അവൻ ഒരു നിമിഷം നോക്കി. ആരെയാ നീ പേടിക്കുന്നേ? നാട്ടുകാരെയോ അതോ എന്നെയോ? അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി. ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും. നീ ഒന്നും പറയണ്ട, പോയി റെഡിയാവാൻ നോക്ക്. ഒരൽപ്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ദേവൂട്ടിയുടെ അടുത്തേക്ക് പോയി. ധനു ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം മുറിയിലേക്ക് നടന്നു. മുറിയിലേക്കും കയറിയതും കണ്ടു കുഞ്ഞു പാവയെ കയ്യിലെടുത്ത് അതിനോട് വർത്താനം പറയുന്ന ദേവൂട്ടിയെ. അവൻ അവളെന്താണ് പറയുന്നതെന്ന് കാതോർത്തു. ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ പാവയെടുത്ത് ദൂരേക്കെറിഞ്ഞു. അത് പോയ വഴിയെ നോക്കിയതും അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഡോറിൽ ചാരി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. അവനെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖം പൊത്തി കുനിഞ്ഞ് ബെഡിൽ തലമുട്ടിച്ച് വിരലുകളുടെ വിടവിലൂടെ ഒളി കണ്ണാൽ അവനെ നോക്കി. ദേവൂട്ടി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ അവളെ എടുത്തു പൊക്കി. അത്തായി വിളിച്ചുകൊണ്ട് കൈകൊട്ടി ചിരിക്കുവാണ് ദേവൂട്ടി. അച്ചായുടെ പൊന്നെ, കുഞ്ഞിൻ്റെ കവിളിൽ മുത്തിക്കൊണ്ട് അവൻ വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. ഒരു ചിരിയായി അവൻ അലമാര തുറന്ന് കുഞ്ഞിൻ്റെ ഒരു വൈറ്റ് കളർ ഫ്രോക്കും ബോയും ഒരു ജോഡി സോക്സും കയ്യിലെടുത്തു. അവൾ സംശയത്തോടെ അതിലും അവനെയും മാറി മാറി നോക്കി. കണ്ണാ, നമുക്ക് ടാറ്റ പോവാം? അവൾ പുത്തനോട് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവൾ അവനെ നോക്കി. അത്തായി, മാ. പെട്ടെന്ന് ദേവൂട്ടി ദൂരേക്ക് ചൂണ്ടി പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. മുറിയിലെ ചുവരിൽ ഗാഥയുടെ ഫോട്ടോം ചൂണ്ടിയാണ് അവൾ പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. അമ്മ, അമ്മയുണ്ടല്ലോ ഇവിടെ. അവൻ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. എവിടെ? അതൊക്കെയുണ്ട്, വാ. ഒടുവിൽ അവൾക്ക് മുടി ചീക്കി ബോ വെച്ച ശേഷം അവൻ അവളെ എടുക്കാനായി കൈനീട്ടി. അവൾ അവൻ്റെ കയ്യിലേക്ക് ചാടി. അവൻ അവളെയും എടുത്ത് ഡ്രോയർ തുറന്നൊരു കുഞ്ഞു പെട്ടി കയ്യിലെടുത്ത് അതിൽ നിന്നും കുഞ്ഞിൻ്റെ ബ്രേസ്ലെറ്റ് എടുത്തു. അത് അവളുടെ കയ്യിലിട്ട് കൊടുത്തു. നിറയെ മുത്തുകളുള്ള കുഞ്ഞു ഗോൾഡൻ ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. ശേഷം അലമാര പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട് ഡോറ് ചാരി അവൻ താഴേക്കിറങ്ങി. താഴെ ഷോക്കേസിൽ നിന്നും കാറിൻ്റെ കീ എടുത്ത് കയ്യിൽ വെച്ചു. ദേവൂട്ടി അത് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. അപ്പോഴേക്കൊരു പിങ്ക് കളർ ചുരിദാറുമിട്ട് കണ്ണുകളിൽ കൺമഷി എഴുതി കുഞ്ഞൊരു ചുവന്ന പൊട്ടും കുത്തി മുടി മെടഞ്ഞിട്ടുണ്ട് ധനുവും എത്തിയിരുന്നു. അവർ ഗോപാലേട്ടനോട് പറഞ്ഞിറങ്ങി. അവർ പോകുന്നത് നോക്കി നിന്ന ശേഷം മുൻവശത്തെ വാതിലടച്ച് അയാൾ ജോലിയിലേക്ക് തിരിഞ്ഞു. ശ്രീ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ കടൽ തീരത്തിരിക്കുമായിരുന്നു അവന്. മനസ്സ് അസ്വസ്ഥമായിരുന്നു. ധനുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഉള്ളിൽ. ഇന്ന് പുലർച്ചെ കണ്ട സ്വപ്നം അവനോർത്തു. തനിക്കു വേണ്ടി അലറി അലറി കരയുകയാണവൾ. താനില്ലാതെ ജീവിക്കാനില്ലെന്ന് പറഞ്ഞ് തൻ്റെ മുന്നിൽ യാചിക്കുമായിരുന്നു. എന്തിനാണമ്മു പറഞ്ഞത് മാത്രം കേട്ട് അവളെ ഞാൻ വിലയിരുത്തിയത്? ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ വിഷ്ണു ഏട്ടനോടുള്ള വെറുപ്പും അതാവും അന്നെന്നെ അവളോട് അങ്ങനെ പെരുമാറാൻ കാരണമാക്കിയത്. പക്ഷേ അവൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന തെറ്റ് അത് വളരെ വലുതല്ലേ? ഇനി എനിക്ക് തെറ്റ് പറ്റിപ്പോയോ? ഓരോന്നോർക്കെ അവൻ്റെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. അവളെ ഒരു നോക്ക് കാണാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. എങ്കിലും പോയി കാണില്ല. കാരണം ഇന്നവൾ അയാളോടൊപ്പമാണ്. താൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾക്കൊപ്പം. കുറച്ചു നേരം അവിടെ ഇരുന്ന ശേഷം തിരിച്ചു പോകാൻ എഴുന്നേറ്റപ്പോഴാണ് കുറച്ചപ്പുറത്തായി ഒരു ബ്ലൂ കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്ന ധനുവിനെ കണ്ടൊരു നിമിഷം അവൻ എല്ലാം മറന്നവളെ നോക്കി നിന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവൾക്ക്. എങ്കിലും കണ്ണിന് ചുറ്റും കറുപ്പ് പടർന്നിട്ടുണ്ട്. കരഞ്ഞു തളർന്ന മുഖം,
അവന് വല്ലാത്തൊരു വേദന തോന്നി. തൊട്ടു പിറകിൽ നിന്നും ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ടതും അവൻ്റെ കണ്ണിൽ വെറുപ്പ് നിറഞ്ഞു. അവൻ്റെ കയ്യിലിരുന്ന ദേവൂട്ടിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. തന്നെ ചീക്കുത്ത എന്ന് വിളിച്ച് ഒരാൾ പുറകെ നടന്ന കുറുമ്പി ഇന്നവൾ പോലും തനിക്ക് അന്യം. ഗാഥ അവനെ ശ്രീകുട്ട എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത് കേട്ടാണ് ദേവൂട്ടിയും പഠിച്ചത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് മുന്നിൽ നിന്ന് അവരെ തന്നെ നോക്കുന്ന ശ്രീയെ തനു കണ്ടത്. അവളുടെ കണ്ണുകൾ വിടർന്നു. ശ്രീയേട്ടാ, ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവനെ അടുത്തേക്ക് ഓടി. അവൻ്റെ അടുത്തെത്താറായതും വലിയൊരു കല്ലിൽ തട്ടി അവൾ വീഴാനാഞ്ഞു. ശ്രീ അവളെ വയറ്റിലൂടെ താങ്ങി പിടിച്ചു. അവൾ മുഖമുയർത്തി അവനെ തന്നെ നോക്കി ചിരിച്ചു. എന്നാൽ ആ മുഖത്ത് തികച്ചും ഗൗരവഭാവമായിരുന്നു. ശ്രീയെ വിളിക്കാൻ ഒരുങ്ങിയതും അവൻ അവളെ വിട്ട് മുന്നോട്ട് നടന്നു. അവൾ അവൻ്റെ പുറകെ ഓടാൻ തുനിഞ്ഞതും ബിച്ചു അവളെ തടഞ്ഞു. മോളെ, വേണ്ട. നിന്റെ നിരപരാധിത്വം തെളിയാതെ അവൻ നിന്നോട് സംസാരിക്കില്ല. ചീക്കുത്ത, ആ ഒരൊറ്റ വിളി അവൻ്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ദേവൂട്ടി വിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടി. അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് അവൻ അവളെ നോക്കി. ചീക്കുത്ത, തനു പാവ, അത്തായി പാവ. അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് പറയുന്നവൾക്കെതിരെ മുഖം തിരിക്കാൻ അവനായില്ല. കുഞ്ഞാ, അവളെ കോരിയെടുത്ത് അവൻ കുഞ്ഞിൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൾ തിരിച്ചു. ചീക്കുത്ത, എന്താടാ? തനു പാവ. ഏയ്, ഞാൻ പിന്നെ മിണ്ടിക്കോളാം. വേണ്ട, ഇപ്പോൾ ഉണ്ട്. അവളുടെ വാശിയിൽ അവൻ തനുവിൻ്റെ അടുത്തേക്ക് നടന്നു. കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ആ പെണ്ണ്. അവളുടെ അടുത്തെത്തിയപ്പോഴാണ് അവൻ കണ്ടത് ഒരു ബ്ലാക്ക് കളർ കാറിലിരുന്ന് പകയാളുന്ന കണ്ണുകളോടെ അവരെ വീക്ഷിക്കുന്ന 2 കണ്ണുകളെ. പെട്ടെന്ന് അവൻ നോക്കുന്ന ദിശയിലേക്ക് വിച്ചുകും നോട്ടമെറിഞ്ഞു. അതിലുള്ള ആളെ കണ്ട് അവൻ സ്തംഭിച്ചു നിന്നുപോയി. ഗൗതം. അവൻ അറിയാതെ മൊഴിഞ്ഞു. ഗൗതം കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു അവനെ നോക്കി നിന്നു. താൻ പണ്ട് കണ്ട ആ പഴയ ഗൗതമല്ല അവനിന്ന്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. മുടിയെല്ലാം വളർന്ന് കഴുത്തിന് താഴെ വരെ എത്തിയിരിക്കുന്നു. താടിയും മീശയും ഒന്നും ഒതുക്കിയിട്ടില്ല. കറുത്ത ജാക്കറ്റും കറുത്ത പാൻറ്റുമാണ് പുറമേയുള്ള വേഷം. കഴുത്തിലെ ഓം ലോക്കറ്റുള്ള മാല. ഹാ, ആരാ ഇത്? എൻ്റെ അളിയനല്ലയോ? എന്താണ് അളിയ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ നോക്കി നിൽക്കുന്നത്? എൻ്റെ പെങ്ങളെ കൊന്ന കൊലപാതകി. അത് പറയുമ്പോൾ അവനിൽ വന്യത നിറഞ്ഞു. കൊലപാതകി എന്ന് കേൾക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാതെ തല പെരുക്കും പോലെ തോന്നി. സ്റ്റോപ്പ് ഇറ്റ്, അവൻ അലറി. എന്താ, നിനക്ക് പൊള്ളുന്നോ? അപ്പോൾ എൻ്റെ അവസ്ഥയോ? എൻ്റെ ജീവനായിരുന്നു അവള്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് പോലും. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവളെ... നിർത്ത്. നിന്നെ പോലെ തന്നെ ആരുമില്ലാതിരുന്ന എനിക്ക് ഏക ആശ്രയമായിരുന്നു എൻ്റെ പെണ്ണ്. പൊന്നുപോലെ താഴത്തും തലയിലും വെക്കാതെയാണ് ഞാൻ അവളെ കൊണ്ടു നടന്നത്. പക്ഷേ ഒരിക്കൽ പോലും ആരും എനിക്ക് പറയാനുള്ളതൊന്നും കേട്ടില്ല. എനിക്ക് ശിക്ഷ വിധിച്ചു. അവളെ കൊക്കയിലേക്ക് തള്ളിയിട്ടവർക്കെതിരെ എൻ്റെ കയ്യിൽ തെളിവില്ല. പക്ഷേ അവനെ ഞാൻ ഇല്ലാതാക്കും. ഒരിക്കലും എൻ്റെ ഗാഥയെ നുള്ളി നോവിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയില്ല. അവൾ എൻ്റെ പ്രാണനായിരുന്നു. എനിക്കറിയാം നീ എന്നെ കൊല്ലാനാവും വന്നതെന്ന്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എൻ്റെ മോള്. അത്രയും പറഞ്ഞ് നിറകണ്ണുകൾ ഒഴുകി വിട്ടുകൊണ്ട് വിച്ചു ശ്രീയുടെ കയ്യിൽ നിന്നും ദേവൂട്ടിയെ എടുത്തുകൊണ്ട് കടൽ തീരത്തൂടെ നടന്നു. അവർ 3 ആളും അവൻ പോകുന്നത് നോക്കി നിന്നു. ഗൗതമേട്ട, വിച്ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുറച്ചൊക്കെ സത്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ആരാണ് ഗാന്ധിജിയെ തള്ളിയിട്ടതെന്നറിയില്ല. ആ പേര് മാത്രം ഏട്ടനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതെന്തായാലും വിച്ചേട്ടനില്ല. ചെയ്യാത്ത കുറ്റത്തിന് ആ പാവം ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴും വാക്കുകൊണ്ട് കുത്തി നോവിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇനി എൻ്റെ പേരിലും അവൾ നോവുന്നത് കാണാൻ ആരും കൂട്ടാക്കിയില്ല. ഏട്ടനറിയോ, ദേവൂട്ടിക്ക് വേണ്ടി മാത്രമാണ് ആ പാവം ജീവിക്കുന്നത്. ഇനിയും അതിനെ ദ്രോഹിക്കരുത്. നിറഞ്ഞ കണ്ണുകളാൽ അവന് നേരെ കൈകൂപ്പി പറഞ്ഞുകൊണ്ട് അവൾ നടന്നകന്നു. ഗൗതം അവർ പറഞ്ഞ ഓരോ വാക്കും ഓർത്തെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ മറ്റാരോ ആണ്. അതാരാവും? അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ശ്രീക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവനൊന്നും മിണ്ടാതെ കാറെടുത്ത് പോയി. ഈ സമയം ഗൗരി തറവാട്ടിലെത്തിയിരുന്നു. ഗൗരി, മോളെ, നീ വന്നോ? അവളെ കണ്ടതും ലക്ഷ്മി ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. അമ്മായി, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നു അമ്മായി. ഞാൻ ശ്രീയോട് പറഞ്ഞതാ മോളെ വന്ന് കൂട്ടാൻ. അവൻ ഇപ്പോഴും ആ ഉരുമ്പട്ടോളെ ഓർത്ത് നടക്കാണ്. ഒരു പുച്ഛത്തോടെ അവർ പറഞ്ഞു. നമുക്ക് ശരിയാക്കാം അമ്മായി. അമ്മായി വാ. ഗൗരി ലക്ഷ്മിയെ വിളിച്ച് അകത്തേക്ക് പോയി. രാത്രിയേറെ വൈകിയാണ് ശ്രീ തറവാട്ടിലെത്തിയത്. റൂമിലേക്ക് കയറിയതും കണ്ടു ഒരു കുഞ്ഞു ഷോർട്ട്സും ഇറക്കം കുറഞ്ഞൊരു ബനിയനും ഇട്ട് ശ്രീയുടെ ബെഡിൽ കിടക്കുന്ന ഗൗരിയെ. അവൻ കലിയോട് താഴേക്ക് ചെന്നു. അമ്മേ, എന്താടാ?
അവർ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നിങ്ങളുടെ അനന്തരവൾക്ക് എൻ്റെ റൂമിൽ കണ്ടുള്ളൂ കിടക്കാൻ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറ. അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അതിനെന്താടാ, എന്നായാലും അവൾ നിന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണല്ലേ. എൻ്റെ ഭാര്യയോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണേ ഉള്ളൂ, അതെൻ്റെ ധനുവാണ്. ഇനി മേലാൽ കല്യാണം കോപ്പിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്കെങ്ങാനും വന്നാൽ. ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അവൻ ടേബിളിലിരുന്ന ഗ്ലാസ് എടുത്ത് താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ശ്രീ, നിങ്ങൾ പോയി അവളെ ഇറക്കി വിടുന്നോ അതോ? അവൻ്റെ ദേഷ്യം കണ്ടതും ലക്ഷ്മി മുകളിലേക്ക് ഓടി. അവൻ സോഫയിലും തലയും താങ്ങി പിടിച്ചിരുന്നു. പെട്ടെന്നെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മുകളിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഗൗരി കിടന്ന ബെഡ്ഷീറ്റ് അവൻ ചുരുട്ടിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് ധനുവിൻ്റെ ഒരു സാരി എടുത്തതിൽ വിരിച്ചു കിടന്നു. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ മോളെ? സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടെത്തണം. എന്നിട്ട് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഓരോന്നോർത്തവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു.